ദാ നമ്മൾ പോവാൻ പോവുകയാണ് ഇങ്ങോട്ടേക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ പനി വാരി വലിച്ചിട്ടേക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാശ്മീരിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാശ്മീരിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ ദാ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡയറിക്കകത്ത്. അതൊക്കെ നോക്കി ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും പറഞ്ഞുതരാം എന്തൊക്കെയാണ് കൊണ്ടുപോകണം എന്നുള്ളത്. ആദ്യം തന്നെ ഇന്ന് എക്സ്ട്രാ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൂടുതലുണ്ട്, സ്വെറ്റേഴ്സ് ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ബാഗാണ് എടുക്കുന്നത്. ഇത് 3 ട്രോളി ബാഗുകൾ. ഇതിനകത്ത് നമ്മൾ സ്വെറ്റേഴ്സ് മാത്രം ഇടുന്നുണ്ട്, അല്ലാത്ത 2 ട്രോളി ബാഗ് വേറെ. പിന്നെ ഉള്ളത് നമ്മുടെ ഹാൻഡ് ബാഗുകളാണ്. അത് ഇത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വെക്കുന്നത്. കുറച്ച് വൈപ്സ്, അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ മാത്രം. പിന്നെ ഇത് ഷെബീസിൻ്റെത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് നിങ്ങൾ ഏതിലാണ് പോകുന്നത് അതിൻ്റെ ടിക്കറ്റ്, എയർ ടിക്കറ്റ്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസ കൊണ്ടുപോവുക. അതായത് ലിക്വിഡ് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകണം, മറക്കരുത്. അതായത് ചിലപ്പോൾ അവിടെ ATM ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേറെ സിം എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് വേണം. പിന്നെ റെൻറ്റഡ് ബൈക്കും കാറും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോവുക, എല്ലാവരുടെയും ആധാർ കാർഡ് കൊണ്ടുപോവുക. ഇത്രയും തന്നെയാണ് മെയിൻ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ എയർ ടിക്കറ്റ്, പിന്നെ ഹോട്ടലിൻ്റെ ടിക്കറ്റ്, ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അതിന്റെ സംഭവങ്ങൾ, ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോളുക. അപ്പോൾ അത് ആദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സാധനങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കാശ്മീരിലേക്കാണ് പോണത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ കാശ്മീരിൽ ഇപ്പോൾ തണുപ്പായിരിക്കുമല്ലോ. അതായത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ കയ്യിൽ എത്രയാണ് എമൗണ്ട് ഉള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാര്യം റെന്റഡ് സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എന്തായാലും എല്ലാം മേടിച്ചു നമുക്ക് വേണ്ടിയിട്ടുള്ളത്. കാര്യം ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ അറിയാം നമ്മൾ എല്ലാ വിധത്തിലുള്ള സ്വെറ്റേഴ്സും എല്ലാം മേടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ പറയുന്നത് തെർമലാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 20 അല്ലേ ഷെബി? 20 താഴെ ഉള്ളൂ മോർണിംഗിൽ. അതേപോലെ രാത്രിയിൽ ഒരു 9 ഡിഗ്രി. അപ്പം ഒരു നോർമൽ ഞാൻ തണുപ്പാണ്, ഇവിടത്തെ കാട്ടിയും തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഊട്ടിനെക്കാട്ടിയും തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അവിടെ കാണുമ്പോൾ തണുപ്പൊക്കെ നല്ല സുഖിച്ചൊക്കെ തോന്നും. പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിന് അത് പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്വെറ്ററൊക്കെ കരുതിക്കൊള്ളുക കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെന്റലിന് കിട്ടും. അപ്പൊ ആദ്യം വേണ്ടത് തെർമൽസ് ആണ്. ഇത് നമ്മളെ ഏറ്റവും അടിയിലിടുന്നതാണ് തെർമൽസ്. വളരെ നല്ലൊരു സാധനമാണ്. ആവശ്യമുള്ള സാധനം ഇത് നിങ്ങൾക്ക് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ നമ്മുടെ സാധാ സ്വെറ്റർ. ഇത് നമ്മുടെ കയ്യിലുള്ള സാധാ സ്വെറ്റർ. അവിടെയൊക്കെ നമുക്കിങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുന്ന തെർമൽസും അതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇടുക. എന്നിട്ട് ഈ സ്വെറ്റർ മാത്രം മതി കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഭയങ്കരമായ തണുപ്പിലേക്ക് നമ്മൾ സ്നോയിലേക്കൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ സ്നോഫോൾ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഗൊണ്ടോള റൈഡ്, അതായത് നമ്മുടെ ഗുൽമാർഗിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ജാക്കറ്റുകളൊക്കെ വേണം. അപ്പം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഈ സ്വെറ്റർ ഒന്നും പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ലെയർ ആയിട്ട് ഇതുപോലത്തെ ഒരു സ്വെറ്റർ വേണം. അത് കഴിഞ്ഞ ശേഷം ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളിത് എടുത്തേക്കുന്നത് ഡിക്കാത്തലോണിൽ നിന്നാണ്. റെന്റലിന് മേടിക്കാൻ കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റവരൊക്കെ എടുത്തതായിരിക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അവിടെ നിന്ന് നമുക്ക് മേടിക്കാം. ഓക്കെ. അപ്പം ഓരോ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് പിന്നെ ജാക്കറ്റുകളൊക്കെ വരുന്നത്. -10 ഡിഗ്രിയിലുള്ള ജാക്കറ്റ്, -20 ഡിഗ്രിയിലുള്ള ജാക്കറ്റ്, അങ്ങനെ. അപ്പം ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത്. ഇതാണ്ടോ ഈ ജാക്കറ്റ്, ഇതാണ് മേടിച്ചത്. ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി, നമ്മളെല്ലാവർക്കും ഏകദേശം ഇതൊക്കെ എത്രയായിരുന്നു ഷെബി? -10 ഉള്ള ജാക്കറ്റാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇരുന്നോട്ടെ എന്ന് വെച്ച് ഞാൻ മേടിച്ചത്. ഇത് ഷെബീസിൻ്റെയാണ്. ഇതും നല്ലൊരു കുഞ്ഞുങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് അളവിനുള്ളത് കിട്ടും എന്ന് എനിക്ക് അറിയില്ല റെന്റലിന്. എന്തായാലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു ജാക്കറ്റ് മേടിക്കുക. അതുകൊണ്ട നല്ല ലെയറിംഗ് ഒക്കെ ഉള്ള ജാക്കറ്റ്. ഇതിനകത്ത് കുഞ്ഞിന് തെർമൽസും ഡ്രസ്സും ഒക്കെ വരും. സ്വെറ്റർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇതിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതായത് കുഞ്ഞുങ്ങൾക്ക് മേടിക്കുക. ഇതുമാതിരി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. സാധാരണ ഗ്ലൗസ് ആണ് കേട്ടോ. ഇത് സാധാരണ ഗ്ലൗസ്. ഇത് തുണി ഗ്ലൗസ് ആണ്. പക്ഷേ ഇത് ഐസ് എടുക്കുമ്പോൾ ഇത് നനയും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത് നമുക്ക് ഐസ് സമയത്ത് പോകുമ്പോൾ ഇടുന്ന ഗ്ലൗസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ടച്ച് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു വിരലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ആ സ്നോഫോളിന്റെ ഇടയിൽ അല്ലെങ്കിൽ സ്നോയുടെ ഇടയിൽ പോയിട്ട് മൊബൈൽ ഉപയോഗിക്കാം. നിങ്ങൾ ഗുൽമാർഗിൽ പോവുകയാണ്, സോൻമാർഗിൽ പോവുകയാണ്, മഞ്ഞിൽ കളിക്കല്ല, മഞ്ഞല്ലല്ല സ്നോയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ജാക്കറ്റൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ ആ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അത്രേ ഉള്ളൂ പ്രശ്നം, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്നാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കും എല്ലാവർക്കും ചെവിയിൽ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇതൊക്കെ വളരെ നിങ്ങൾക്ക് സെൽഫായിട്ട് മേടിച്ച് വെക്കേണ്ടത് നല്ല കാര്യമാണ്. അത് കഴിഞ്ഞാൽ ഇതുപോലത്തെ മങ്കി ക്യാപ്പ് പോലത്തെ സാധനങ്ങൾ. പിന്നെ ഉള്ളത് ഇതെന്ന് പറഞ്ഞാൽ വാ കൂടി മൂടുന്നതാണ്.
അതായത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ബാങ്കൊക്കെ കൊള്ളയടിക്കാൻ പോകുന്ന പോലെ. അതായത് കണ്ണ് മാത്രമേ കാണൂ, പക്ഷെ വളരെ നല്ല കാര്യം കേട്ടോ. ചെവി കഴുത്തൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് സ്നോ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലത്, നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വരത്തില്ല. ഇനി ഞാനായിരിക്കും അവിടെ കിടപ്പിലാവണത്. തണുപ്പടിക്കുമാണ്. അപ്പൊ ഇതും കഴുത്തിലിടാനുള്ള സാധനമാണ്. അപ്പൊ ഇതൊക്കെ ഷെബീസിന് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല, എനിക്കും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് മേടിച്ചു വെച്ചത്. പിന്നെയുള്ളത് സോക്സ് ആണ്. സോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്നോയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, മഞ്ഞിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ കുറെ ഷൂസ് സോക്സ്. ഈ മഞ്ഞ് പറഞ്ഞു അവിടെ മഞ്ഞേ ഉണ്ടാവൂല, മഞ്ഞ് പറഞ്ഞു അവിടെ ഒന്നും ഉണ്ടാവാൻ പോണില്ല, ചൂടായിരിക്കും. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾക്ക് സോക്സ് കുറെ മേടിച്ചു വെച്ചോളൂ. കാര്യം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റത്തില്ല, മാറ്റാനൊന്നും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തണുപ്പ് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നല്ല സംഭവമാണ് കേട്ടോ. ഇത് വാമേഴ്സ് ആണ്. ഇത് കൈയും കാലിലും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല ചൂട് കിട്ടും. ആ സംഭവമാണ്. ഇത് 100 രൂപ 100 സംതിങ് ഒക്കെ ഉള്ളൂ. നല്ലതാണ്. ഡീക്കാത്തലോൺ എന്നാണ് മേടിച്ചത്. ഇത് ഓൺലൈനിൽ കിട്ടും കേട്ടോ. ഇത് നല്ല കാര്യമാണ്. നമ്മൾ നോക്കിയില്ല, കൈയിന്റെ കാലിന്റെ അടിയിൽ. പിന്നെ ഇത് നടുവിലും വെക്കാനുള്ളതുണ്ട്. ഇനി നമുക്ക് മെയിൻ കാര്യങ്ങൾ തുണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ 3 പേരുടെയും തുണി. അതിന്റെ കൂടെ തന്നെ വേണ്ടതെന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ തേപ്പൊട്ടി. പിന്നെ ഞാൻ കുറച്ച് പാമ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുൻ്റെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവിടെ ബാത്റൂമിൽ ഒന്നിന് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പേടിച്ച് ഞാൻ വെച്ചതാണ്. പിന്നെ ഉള്ളത് ബ്ലാക്ക് കവർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേസ്റ്റ് തുണികൾ, പാമ്പേഴ്സ്, വേസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ടിഷ്യൂ പേപ്പറും വൈപ്സും. പിന്നെ ഉള്ളത് മരുന്നുകൾ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യത്തിനുള്ള മരുന്നുകൾ വെച്ചിട്ടുണ്ട്. ഫുഡ് പോയ്സണിങ് ഒക്കെ അവിടെ അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ യൂട്യൂബ് നോക്കിയപ്പോഴേക്കും ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് അല്ലെ? നോക്കിയപ്പോൾ നല്ല ശതമാനം ആൾക്കാർക്കും ഈ പറഞ്ഞ ഫുഡ് പോയ്സണിങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുകൾ കരുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് അവിടെ ചെന്ന് നോക്കാം. പിന്നെ കുട, മഴയുണ്ടെന്ന് കേൾക്കണു. കറണ്ട് സ്റ്റാറ്റസ് നോക്കിയിട്ട് പോണേ നിങ്ങൾ. മഴയുണ്ടെന്ന് കേൾക്കണം. ഒരു കുട എടുത്തിട്ടുണ്ട്. റെയിൻകോട്ടും കുഞ്ഞുനും എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഇതെന്താ എക്സ്റ്റൻഷൻ ബോർഡ് അല്ലേ ഷെബി? എക്സ്റ്റൻഷൻ ബോർഡ് എടുത്തു. പിന്നെയുള്ളത് ഒരു കുഞ്ഞുവിൻ്റെ ഒരു ബെൽറ്റാണ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെയുള്ളത് ഇത് ഷെബീസിൻ്റെ ഇന്നേഴ്സ്. അതുപോലെ തന്നെ ഇത് എൻ്റെ കുഞ്ഞുവിൻ്റെ ഇന്നേഴ്സും തെർമൽസൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ബാത്റൂം ഐറ്റംസ്. അതിനകത്ത് മെയിൻലി ഉള്ളത് എണ്ണയൊക്കെയാണ്. എണ്ണ വളരെ കാര്യം ഡ്രൈ ആവുമല്ലോ. അപ്പം ഞാൻ എണ്ണ ഇങ്ങനത്തെ ഒരു ഡപ്പയിലാണ് എണ്ണ. നമ്മുടെ എണ്ണ, നമ്മുടെ ഹെയർ ഓയിൽ. പിന്നെ എൻ്റെ സ്ഥിരം ഗ്ലിസറിൻ. പിന്നെ എൻ്റെ നമ്മുടെ ബോഡി ലോഷൻ അല്ല, അതായത് നമ്മുടെ ഇത് ബോഡി വാഷ്. പിന്നെ ഉള്ളത് നമ്മുടെ സാധനങ്ങൾ. നമ്മുടെ സാധനങ്ങൾ അതിനകത്ത് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്, ഡ്രയർ. ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ്. ഡ്രയർ വേറൊന്നുമല്ല. ഡ്രയർ, ബഡ്സ്. ഡ്രയർ എപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യം തണുപ്പ് എന്തെങ്കിലും നനഞ്ഞാലൊക്കെ ഉള്ളത്. പിന്നെ ആൽവിറ ജെല്ല്. പിന്നെ എൻ്റെ ലോഷൻസ്, ബോഡി ഫേസ് വാഷ്, കുഞ്ഞുവിൻ്റെ ക്ലിപ്പ്. പിന്നെ നമ്മുടെ ഷിയ ബട്ടർ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ്. പിന്നെ മറ്റേ സൺ പ്രൊട്ടക്ഷൻ സംഭവം അതെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അല്ലറ ചില്ലറ സാധനങ്ങൾ, ബ്യൂട്ടി പ്രോഡക്ട്സ് അതൊക്കെ എടുത്തേക്കണത്. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മൾ ഫ്ലാസ്ക് എടുത്തു കേട്ടോ. ഒരു ഫ്ലാസ്ക് എടുത്തു, എംറ്റി ഫ്ലാസ്ക് എടുത്തത്. പിന്നെ ഉള്ളത് കെറ്റിൽ എടുത്തിട്ടുണ്ട്. കാര്യം ഷെബീസിനും എനിക്കും ചിലപ്പോൾ ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ തോന്നിയാൽ തേയില എടുത്തിട്ടുണ്ട്, കോഫി എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, കെറ്റിലും എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് പറയാം, ഇതൊക്കെ കുടിക്കാൻ പറ്റുമോ ഇല്ലയോ തോന്നുമോ എന്നൊക്കെ ഉള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി. ഇത്രയല്ലേ ഉള്ളൂ ഏകദേശം. അപ്പം ഇങ്ങനെ എല്ലാം കവർ ചെയ്തു. പിന്നെ ഒരു ഷൂസ്, നമുക്ക് ഷൂസ് എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ചെരുപ്പും എടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇല്ല, അതൊക്കെ പറഞ്ഞു അമ്മ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ബുക്കിൽ എഴുതി വെച്ചിട്ട് പോകുന്ന നേരമാകുമ്പോൾ എല്ലാം ഒന്ന് മറച്ചു വെക്കുക. ടിക്ക് ചെയ്ത് പോവുക. നമുക്കും ഇപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി എടുത്തു വെക്കാനുണ്ട്. ഡോക്യുമെന്റ്സ് മറക്കരുത്. എയർ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ ഇതൊക്കെ ഓർത്ത് വെക്കുക. നമ്മൾ പാക്കേജ് ഒന്നും അല്ല എടുത്ത് പോകുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. പാക്കേജ് ഒന്നും അല്ല, നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങോട്ട് പോവുകയാണ്. എല്ലാം ബുക്ക് ചെയ്തൊക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ളത് കണ്ടറിയാം. ഇതുവരെ നമ്മൾ ഒരു പാക്കേജ് എടുത്തിട്ടില്ല. ഷെബീസ് പിന്നാമ്പുറത്ത് നിൽക്കുകയാണ് ക്യാമറയാണ്. അതുകൊണ്ട് ഷെബീസിന്റെ സൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങോട്ട് വായോ. അപ്പൊ എന്തായിരുന്നാലും ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.